ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും മുഴുവനായിട്ട് കാണുക, ലൈക്കും സബ്ബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മളെ വീഡിയോക്ക്. അപ്പോൾ ഇതാ നമ്മൾ രാവിലത്തെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഇതാ മൺചട്ടിയിലൊന്നും ഇല്ല കേട്ടോ, ഞാൻ വെറുതെ ഒന്ന് തുറന്ന് കാണിച്ചതാ, അത് കഴുകി വെച്ചതാ കേട്ടോ അവിടെ. അപ്പോൾ ഇതാ കുറച്ച് ചായ, ഇത് രണ്ടാമത്തെ ചായ കൂടിയാട്ടോ. അപ്പോൾ രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിരിക്കണം, ഇത് ഇടയ്ക്കൊരു ചായ കൂടി ഉണ്ടല്ലോ അതാട്ടോ. അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കി ഒന്ന് കാലിച്ചായൊക്കെ കുടിച്ച് ഇതാ നമുക്ക് ഇന്ന് ബീഫുണ്ട്, അതുപോലെ പൂള കൊണ്ടുവന്നിരിക്കണം. അപ്പോൾ നമുക്കിന്ന് ബീഫും പൂളയൊക്കെ ഇട്ടിട്ടൊരു അടിപൊളി കൂട്ടാൻ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ബീഫൊക്കെ ഒന്ന് നേരാക്കി എടുക്കട്ടെ. ആദ്യം നമ്മുടെ ചായ ഇതാട്ടോ, ഇവിടെ പൊടി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പൊടി കുറവായതുകൊണ്ട് കുറച്ചുകൂടി പൊടി ഇട്ടിട്ട് ഒന്നുകൂടി തിളപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ചായ കുടിച്ചിട്ട് ഒന്ന് ഉന്മേഷമൊക്കെ കിട്ടിയിട്ട് ആകാം കേട്ടോ. അപ്പോൾ ഇത് ഒരു നാലാമത്തെ ചായയൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ബീഫൊക്കെ കട്ട് ചെയ്ത് ഞാൻ മസാലകളൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കൈ കൊണ്ടിട്ട് കുഴക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഒരു യൂട്യൂബ് ചാനലുള്ള, അപ്പോൾ ആ കുട്ടി ഇന്നലെ ചക്കക്കുരു മുളകും ഒക്കെ ഇട്ട് കഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൈ നീറൂലേ ഒക്കെ പറഞ്ഞിട്ടോ. ചിലപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് അവൾ എന്നോട് ചിലപ്പോൾ തിരിച്ചടിക്കുമെന്ന് ആരും പേടിയിട്ടോ, നിങ്ങളെ കൈ നീറൂലേ ചോദിക്കുമെന്നാവും. അപ്പോൾ എന്തായാലും നമ്മൾ കുരുമുളകും മഞ്ഞളും മുളകും മല്ലിയും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചിട്ട് ബീഫൊക്കെ നല്ല സെറ്റാക്കി ഒന്ന് കുക്കറിലിട്ടിട്ട് ഒരു 4-5 വിസിൽ കേട്ടോ ഇട്ടിട്ട് ഇതാ നല്ലോണം ഒന്ന് വേവിച്ചെടുത്തേക്കണം. ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ നമുക്കിതൊന്ന് കുറച്ച് ഇറച്ചി മാറ്റിയെടുക്കണം കേട്ടോ. എന്നിട്ട് കുറച്ച് ഇറച്ചിയും അതിലത്തെ വെള്ളമൊക്കെ ഉണ്ടല്ലോ അതിലാണ് നമ്മൾ പൂള ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ, പൂള കൂട്ടാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിതാ കുറച്ച് ഇറച്ചി മാത്രമായിട്ട് ഞങ്ങൾ മാറ്റിയെടുക്കുക. പിന്നെ എല്ലും അങ്ങനത്തെ പസള അങ്ങനത്തെ സംഭവങ്ങളൊന്നും എടുക്കില്ല കേട്ടോ. അപ്പോൾ അത് ചെറിയ മോന് ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല കേട്ടോ, അങ്ങനെ പൂള ഇട്ട് വെക്കണത് ഓന് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മാറ്റിയിട്ട് മക്കൾക്ക് ഇതൊന്ന് വെറുതെ നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് വറ്റിയിട്ട് നല്ലോണം ഒന്ന് വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കില്ല, നല്ല അടിപൊളിയായിട്ട് മുരിച്ചെടുത്ത് കൊടുക്കാമെന്ന് വെച്ചിട്ട് കുറച്ച് മാറ്റിയിട്ടോ. അപ്പോൾ അതാ ഇനി പൂള ഞാൻ മുറിച്ച് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഞാൻ വൃത്തിയാക്കി നല്ല കഴുകി വെച്ചിട്ടാണ്. അപ്പോൾ ഇനി അതൊന്ന് നമുക്ക് ഈ കുക്കറിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ നല്ല ചെറിയ പീസാക്കി കട്ട് ചെയ്ത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ച പൂള നമ്മൾ ഇതാട്ടോ കുക്കറൊക്കെ ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് കുറച്ച് ചെറിയൊരു തക്കാളി, കുറച്ച് ഉള്ളിയും അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് നമ്മളെ കയ്യിലുകൊണ്ട് ഇളക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ അത് പൂള അങ്ങനെ കട്ടിയല്ലേ, അപ്പോൾ ഞാൻ എന്ത് കാട്ടുക ഇങ്ങനെ 2 സൈഡും ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കുലുക്കി കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുക്കണം, മഞ്ഞ കളർ കുറവാട്ടോ. അപ്പോൾ കുരുമുളക് പൊടി ഇതാ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ, ഉപ്പും കുറവുണ്ടാകും. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മളൊരു തുണി പിടിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുടയുക കേട്ടോ. അപ്പോൾ എല്ലാതും അതിൻ്റെ മസാലകളും ഇറച്ചിയും ഇതും എല്ലാതും നല്ലോണം ഒന്ന് സെറ്റായി വരും. എന്നിട്ട് നമുക്ക് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ പൂള വേകാനുള്ള വെള്ളം അതിലുണ്ടാവില്ല. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ ഉപ്പ് കുറവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ നോക്കിയതാട്ടോ. അപ്പോൾ എന്തായാലും കുറവാണ്. അപ്പോൾ അതാ കുറച്ചും കൂടി അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് 2-3 വിസിലടുപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിനി അതവിടെ വേഗം വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ബീഫ്, അതൊന്ന് വെള്ളമൊക്കെ വറ്റിച്ചിട്ട് കുറച്ചൊന്ന് മുരിച്ച്, വല്ലാതെ ഒന്നും മുരിക്കണില്ല കേട്ടോ, കുറച്ചൊന്ന് അതിത്തെ വെള്ളം വറ്റിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതാ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ആദ്യം നമ്മളെ ചതച്ച് വെച്ചിരുന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഇഞ്ചി, പച്ചമുളകും ഉള്ളിയും ചപ്പും മല്ലിയിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കുക കേട്ടോ ചെയ്യുക. അപ്പോൾ അതൊക്കെ നല്ലോണം ഒന്ന് വഴറ്റി വന്നതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ബീഫ് തട്ടായിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് ഇങ്ങനെ ചോറിൻ്റെ ഒപ്പമൊന്നും ഈ നമ്മൾ പൂളയും ബീഫും വെക്കുന്നത് കഴിക്കൂല കേട്ടോ, ഇതൊക്കെയാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാനത് പിന്നെ അവർക്ക് ചായക്കോ അല്ലെങ്കിൽ വെറുതെ കഴിക്കാനൊക്കെയാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ അവിടെ റെഡിയാക്കി നമ്മളിത് അവിടെയൊക്കെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് അടിച്ച് ചിലവിന് വന്നപ്പോൾ നമ്മൾ കാക്കാനോട് ഒന്ന് ഇളക്കി വിടാൻ പറഞ്ഞതാട്ടോ. അപ്പോൾ അവിടെ നല്ല ഇളക്കലും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഓരോന്നിങ്ങനെ ടേസ്റ്റ് ഉണ്ടോ നോക്കുകയാണ് അത്ര കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്തിട്ട് നിങ്ങളോട് വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒച്ചട കേട്ടോ, വെള്ളം വല്ലാതെ. അപ്പോൾ ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം കുറച്ചവിടെ വെച്ചിരിക്കണം, അതിലിങ്ങനെ ഒപ്പിച്ച് കൈ കഴുകുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതാ നമ്മളെ പൂള റെഡി ആയിട്ടുണ്ട്, അതൊന്ന് തൂമിച്ചെടുക്കണം, ബീഫും ഇങ്ങോട്ട് സെറ്റ് ആയിക്കണം കേട്ടോ. അപ്പോൾ അവിടെ ഒരാൾക്ക് വിശന്നിട്ട്, അപ്പോൾ ഈ വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ പണികളൊന്നും ഒരുങ്ങൂല കേട്ടോ, ആകെ ഇടങ്ങേറ് തന്നെയാണ്. അപ്പോൾ രാവിലെ ഇങ്ങനെ
രാവിലത്തെ അപ്പമാണ് കേട്ടോ അത്. അപ്പോൾ ബീഫ് കണ്ടപ്പോൾ ഇത് ആർക്കെങ്കിലും വേണോ ഞാൻ കഴിച്ചോട്ടെ ചോദിച്ചിട്ട് അവിടെ ഇങ്ങനെ നിന്ന് അതെടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ബീഫും അപ്പം എടുത്തിട്ട് അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് ആട്ടി വിട്ടിട്ട് അങ്ങോട്ട് പൊയ്ക്കോളി പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ പണിയില്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ അടുക്കളയിൽ അങ്ങനെ അത് ഇത് പറഞ്ഞിട്ട് പാവം തോന്നും കേട്ടോ. പണിക്ക് പോയാൽ നമുക്കൊരു ഇടങ്ങേറ് കേട്ടോ. അപ്പോൾ ആരും ആളില്ലാത്ത പോലെയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് ഓരോ കഥയും പറഞ്ഞ് പിന്നാലെ നടക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ബീഫും പോളയും റെഡി ആയിട്ടുണ്ട്. ഞാനതൊന്ന് ഉള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഒന്ന് എണ്ണയിൽ വഴറ്റിയിട്ട് അതിലേക്ക് കൊട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് തൂമിച്ച് കൊടുക്കുന്നത് നല്ലതാട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ചിലവർ കാണാം നമ്മൾ ബീഫും പോളയും വെച്ചാൽ അത് തൂമിച്ച് കൊടുക്കില്ല കേട്ടോ, അങ്ങനെ കഴിക്കണം. പക്ഷേ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റായപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ. നമ്മൾ കുറച്ച് ചോറ് അങ്ങോട്ട് എടുത്തിട്ട് ഇതാ കുറച്ച് കൂട്ടാനും എടുത്തിട്ട് അങ്ങോട്ട് എല്ലാവരും ഉണ്ട് കേട്ടോ. ഞാൻ മാത്രമല്ല എല്ലാവരും അവിടെ ഇന്ന് ചോറ് കഴിക്കണം. അവർക്കൊന്നും ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. 4 മണിക്ക് ചായക്ക് മതിയാണ് കേട്ടോ. അപ്പോൾ അവർ ബീഫും പിന്നെ താളിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ, താളിച്ച കറി ഉണ്ടായിരുന്നു. അതും കൂട്ടിയിട്ട് ഇതാ മക്കളൊക്കെ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. നമ്മളിതാ എനിക്ക് പിന്നെ താളിപ്പ് കറി വലിയ അങ്ങോട്ട് ഇതല്ല കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇരുന്നതാട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സുകളെ ഒന്നും ആരെയും കാണാമല്ലോ, ഒക്കെ ഉറങ്ങാൻ തോന്നും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചൂടത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അപ്പോൾ ഒരു മുട്ടായൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ എടുത്ത് തിന്ന് റീലൊക്കെ ഇട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതാ നല്ല മഴക്കാറൊക്കെ ഉണ്ട് കേട്ടോ. മഴക്കാർ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് മഴ പെയ്യാൻ പൂതിയാവട്ടെ. അപ്പോൾ വെറുതെ ഒന്ന് ഇങ്ങനെ വീഡിയോ എടുത്താണ്. അപ്പോൾ അതാ നമ്മുടെ തൊട്ടടുത്ത പെരയിൽ പ്ലാവുമ്മ 2 ചക്ക കണ്ടപ്പോൾ അത് വെറുതെ ഒന്ന് എടുത്തതാട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് മഴ പെയ്യോ നോക്കി അവിടെ ഇരുന്നിട്ടോ. പക്ഷേ മഴ പെയ്തില്ല, വീണ്ടും വെയിൽ വെച്ചു. അവിടെ നിന്ന് നീച്ച് പിന്നെ ഞാൻ കുറച്ചും കൂടി കൂട്ടാനും കൊടുത്തു. പിന്നെ അതാ കുറച്ച് കട്ടൻ ചായ ഇട്ടിട്ട് അങ്ങനെ ഇരുന്ന് കഴിച്ചു കേട്ടോ. പുറത്തൊന്നും ആരുമില്ല, നമ്മളെ ചങ്കുകളൊക്കെ ഉറങ്ങാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഒക്കെ തിരിയും പിടിച്ചുള്ളിലിട്ടിക്കണു. അപ്പോൾ ഇനി വൈകുന്നേരം 4-5 മണിയൊക്കെ ആവും കേട്ടോ കാണണമെങ്കിൽ. അപ്പോൾ എന്തായാലും നമ്മളിതാ ചായ കുടിക്കണം കേട്ടോ കൂട്ടരെ. ചായ കുടിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വായോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും സബ്ബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും ഓക്കെ ബൈ.